റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഭരണമാറ്റത്തിന് പിന്നാലെ പെരുമാറ്റച്ചട്ടം ലംഘിച്ച് വിദ്യാഭ്യാസ വകുപ്പിൽ അസാധാരണ ഉത്തരവ്. NGO യൂണിയൻ നേതാവടക്കം 5 പേരെ സ്ഥലം മാറ്റിയിരിക്കുന്നു. NGO അസോസിയേഷന്റെ അപേക്ഷയിലാണ് സ്ഥലമാറ്റം. വോട്ടെണ്ണൽ ദിനത്തിൽ നൽകിയ അപേക്ഷയിൽ തൊട്ടടുത്ത ദിവസം തന്നെ ഉത്തരവിറങ്ങി. അസാധാരണ ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടറിന്. TV പ്രസാദ്, ഭരണത്തിലേറും മുമ്പ് കാവൽ സർക്കാരിനെ വെട്ടി ഭരണം തുടങ്ങുകയാണോ? എന്താണ് സംഭവിച്ചത്? ഇത് അസാധാരണമാണല്ലോ. സാധാരണ ഇതിൽ ഇങ്ങനെ സംഭവിക്കാറില്ല. ഇപ്പോഴും ഭരണത്തിലുള്ളത് കാവൽ മന്ത്രിസഭയാണെങ്കിൽ പോലും പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. കാവലാണെങ്കിൽ പോലും ഇടതുപക്ഷത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഉള്ളത്. അപ്പോൾ കാവൽ മന്ത്രിസഭയെ ഒരു തീരുമാനം പുറത്തുനിന്ന് വരാൻ പോകുന്ന സർക്കാരിന് വേണ്ടി ഉള്ളിൽ നിന്ന് ആരോ എടുത്തു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ചട്ടലംഘനമല്ലേ ഇത്? ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. ഉറപ്പായും ചട്ടലംഘനം തന്നെയാണ്. ഏതാണ്ട് UDF സർക്കാർ അധികാരത്തിലേറ്റതുപോലെയും പലരും പല ചുമതലകളിലേക്കും എത്തിയതുപോലെ തന്നെ ചില ഓഫീസുകൾ പെരുമാറി തുടങ്ങി എന്നുള്ളതാണ്. മാത്രവുമല്ല, ഈ ഉത്തരവിനൊരു പ്രത്യേകതയുള്ളതായിരുന്നു. നിലവിൽ പെരുമാറ്റച്ചട്ടം കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മിനിഞ്ഞാന്നായിരുന്നല്ലോ വോട്ടെണ്ണൽ. മിനിഞ്ഞാന്ന് വോട്ടെണ്ണൽ കഴിയുന്നതിന് പിന്നാലെ NGO അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് ഇത് സംബന്ധിച്ചുള്ള അപേക്ഷ കൊടുക്കുന്നത്. അത് ഈ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അവരുടെ പേര് മിനിമോൾ D എന്നാണ്. അവർ ആ ഉത്തരവിൽ അത് എഴുതി വെക്കുകയും ചെയ്തു. സാധാരണ ഇത്തരം ഉത്തരവിറക്കുമ്പോൾ ഇപ്പോൾ CPMന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞതനുസരിച്ച് എന്ന് പറഞ്ഞ് ഉത്തരവിറക്കാൻ പറ്റില്ലല്ലോ. ഭരണ സൗകര്യാർത്ഥം എന്നൊക്കെ പറഞ്ഞാണ് ഉത്തരവിറക്കുന്നത്. പക്ഷേ ഇതിൽ പരാമർശം എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നവരും കേരള NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിൻ്റെ സമർപ്പണം എന്ന് പറഞ്ഞ് 5 NGO യൂണിയൻകാരെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നതിൽ മൂന്നാമത്തെ പേരുകാരനായ രഞ്ജിത്ത് RS അവിടുത്തെ NGO യൂണിയൻ്റെ യൂണിറ്റ് സെക്രട്ടറിയാണ്. അതായത് DPIയുടെ ചുമതല വഹിക്കുന്ന NGO യൂണിയൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവടക്കം 5 പേരെയാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. ആ സ്ഥലം മാറ്റം എന്ന് പറയുന്നത് NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൊടുത്ത അപേക്ഷയുടെ ഭാഗമായിട്ടാണ് എന്ന് ഈ ഉത്തരവിൽ എഴുതി വയ്ക്കുന്നു. അതിൻ്റെ വേഗത നോക്കണം അരുൺ. 4-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം അപേക്ഷ കൊടുക്കുന്നു. 5-ാം തീയതി ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇതിൽ ഉത്തരവിറങ്ങുന്നു. ശരവേഗത്തിലായിരുന്നു NGO അസോസിയേഷന്റെ അപേക്ഷയിൽ ഉത്തരവിറക്കിയത് എന്നുള്ളതാണ്. ഉറപ്പായും ഇത് ചട്ടലംഘനമാണ്, സാധാരണ പതിവില്ലാത്തതാണ്. മാത്രവുമല്ല അരുൺ, ഭരണത്തിന്റെ കാറ്റ് അവിടെ, ഭരണമാറ്റത്തിന്റെ കാറ്റ് അവിടെ ആഞ്ഞു വീശി തുടങ്ങി എന്നതാണ് അരുൺ. ഓക്കെ, TV പ്രസാദാണ് വിവരങ്ങൾ നൽകുന്നത്. അപ്പോൾ ഭരണം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ചിലരൊക്കെ പറയുന്നത്. ഭരണത്തിലേറും മുമ്പ് ഭരണം തുടങ്ങാൻ കഴിയുമോ എന്നുള്ളതാണ് മറുഭാഗത്തെ ചോദ്യം. എന്തായാലും ഉദ്യോഗസ്ഥന്മാരെല്ലാം മാറും, സംവിധാനങ്ങളെല്ലാം മാറും. ഒരു ബ്യൂറോക്രാറ്റിക് സിസ്റ്റം കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷത്തിനു വേണ്ടി ഭരണം ചലിപ്പിച്ചുകൊണ്ടിരുന്ന പല ഉദ്യോഗസ്ഥന്മാരും ആ പദവികളിൽ നിന്ന് തെറിക്കും. ഇപ്പോൾ കിഫ്ബിയുടെ ചുമതലയിൽ നിന്ന് KM എബ്രഹാം ഒഴിഞ്ഞത് പ്രേക്ഷകർ കണ്ടല്ലോ. ഇനി ആ തലപ്പത്തേക്ക് പുതിയൊരാൾ വരും. എല്ലാ മേഖലകളിലും, സമസ്ത മേഖലകളിലും അഴിച്ചുപണി ഉണ്ടാവും കേട്ടോ. അഴിച്ചുപണിയൊക്കെ ഉണ്ടാകുമ്പോൾ ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടല്ലോ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അന്യൻ്റെ സ്വഭാവം കാണിക്കും. സല്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ നാളെ രാവിലെ കാണുമ്പോഴേക്ക് അവിടെ മാറിയിരിക്കും എന്ന് പറയും. ആ അവസ്ഥയിലേക്കാണ്. അധികാരം അങ്ങനെയാണ് എപ്പോഴും. അധികാരത്തിൻ്റെ ഒരു ലഹരി പിടിച്ചു കഴിഞ്ഞാൽ ചില ഉദ്യോഗസ്ഥന്മാർ ചിലരുടെ ദാസന്മാരായിട്ട് മാറും, ചില ഉദ്യോഗസ്ഥന്മാരുടെ യജമാനന്മാരായിട്ട് മാറും. ഇതൊക്കെ നമ്മൾ കാണാൻ പോവുകയാണ്. ബ്യൂറോക്രസി അങ്ങനെയാണ്. അന്യൻ്റെ സ്വഭാവമാണ് എപ്പോഴും ബ്യൂറോക്രസി. അന്യൻ എന്ന സിനിമയിലെ ഒരു സമയത്ത് വരുമ്പോൾ അസാധാരണമായ ഭവിത്വം, അത് കഴിഞ്ഞ് ആ സർക്കാർ മാറുമ്പോൾ അതേ തൊഴുതുകൊണ്ടിരുന്ന ആളുകളെ കാണുന്ന സമയത്ത് ഒരു മടിയുമില്ലാതെ ലാത്തി വീശാനുള്ള കഴിവ് അതൊക്കെ ഉണ്ടാവും. അതൊക്കെ അങ്ങനെയാണ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്. അധികാരത്തിനോടൊപ്പം തന്നെ നിൽക്കുന്നതാണ്. അങ്ങനെ തന്നെ വേണമല്ലോ. റിയൽ എക്സിക്യൂട്ടീവ് എന്നാണല്ലോ നമ്മൾ പറയുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഭരണത്തിലേറും മുമ്പ് ഭരണം തുടങ്ങി എന്നുള്ളതിൻ്റെ വാർത്തയാണ് TV പ്രസാദ് തലസ്ഥാനത്ത് നിന്ന് എത്തിച്ചത്.